ഇനി ആരോടെങ്കിലും ഒരു ജോലി അന്വേഷിക്കാം. ആരാണാവോ? കയറി വാ. യജമാനെ, ഞാനങ്ങ് ദൂരെ നാട്ടിൽ നിന്ന് വരികയാ. എന്റെ കയ്യിലെ പണമൊക്കെ തീർന്നു. എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായേനെ. ഇവിടെ ഇപ്പോൾ ജോലിയൊന്നുമില്ലല്ലോ. അങ്ങനെ പറയരുതേ. എന്തെങ്കിലും ജോലി മതി, എന്റെ വിശപ്പടക്കാൻ മാത്രം. തൽക്കാലം ഇവിടുത്തെ പന്നികളെ മേയ്ക്കാൻ പോയിക്കൊള്ളൂ. എനിക്കെന്ത് കൂലി തരും? കൂലിയോ? നീ ആദ്യം ജോലി ചെയ്യൂ, എന്നിട്ടല്ലേ കൂലി. അയ്യോ, വിശന്നിട്ട് കുടല് കത്തുന്നു. ആ പന്നിക്ക് കൊടുക്കുന്ന മാളവരെയെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. ദൈവമേ, ക്ഷമിക്കണേ. ഞാൻ എന്തിനിങ്ങനെ ചെയ്തു? ഞാൻ ദുർഭകനായ മനുഷ്യൻ. എന്നോട് കരുണ തോന്നണേ. എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു. ഞാനോ വിശന്നു മരിക്കുന്നു. ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോകും. ഞാൻ പിതാവിന്റെ പക്കലേക്ക് പോകും. എന്നെ ശാസിക്കരുതേ. അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുതേ. അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിലാഞ്ഞു തറച്ചിരിക്കുന്നു. അങ്ങയുടെ കരമെന്റെ മേൽ പതിച്ചിരിക്കുന്നു. അങ്ങയുടെ രോഷം മൂലം എന്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല. എന്റെ പാപം നിമിത്തം എന്റെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല. അയ്യോ, അതെന്റെ മകനല്ലേ വരുന്നേ? മോനെ, മോനെ! അപ്പാ, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. വേഗം മേൽത്തരമായ അംഗം കൊണ്ട് ഇവനെ ധരിപ്പിക്കും. ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പ് ഇടുവീൻ. തടിപ്പിച്ച കാളകളെ ഇറക്കുവീൻ. നാം ഇന്ന് തിന്ന് ആനന്ദിക്കുക. ഈ എന്റെ മകൻ മരിച്ചു പോയിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആഘോഷം നടക്കട്ടെ. வாழ்கவே திரி வாழ்க வாழ்க
വക്ക